ജർമ്മനിക്കാരൻ വിവരമുള്ള ആളാട്ടോ. പക്ഷെ വിവരമുള്ളവർക്ക് കപ്പ് കൊടുക്കൂല. ഇത് പുതുക്കാട് മെസ്സി എന്നാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലേ. കപ്പ് ഞങ്ങളെ കയ്യിലാണ്. ഇപ്രാവശ്യം കപ്പ് കൊടുക്കണോ വേണ്ടോ ഞങ്ങളാ തീരുമാനിക്കാം. കളിക്കുന്ന ടീമിനൊപ്പമാണ്. ഇത് അർജന്റീനയുടെ നാളത്തെ കളിയോടുകൂടി എനിക്ക് കിട്ടിയ ഒരു അടിയായി പോയില്ല അത്. ഫ്രീ കിക്ക് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ്, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി. ഇൻ അസോസിയേഷൻ വിത്ത് ബ്യൂട്ടി സ്പോർട്സ്, സുൽത്താൻ ബത്തേരി, കോഴിക്കോട്. കോ-പവേർഡ് ബൈ രുചിപുര സീ ഫുഡ് ഹബ്ബ്, സുൽത്താൻ ബത്തേരി. കോ-പവേർഡ് ബൈ മാണിക്യം ഡിസൈനർ ജ്വല്ലറി. അപ്പോൾ പുതുക്കാട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഫ്ലെക്സ് ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വലിയ 180 അടി നീളമുള്ള അർജന്റീനയുടെ ഫ്ലെക്സ് ഉണ്ട്. 77 അടി രക്ഷയില്ലാത്ത ഫ്ലെക്സ്. നിങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ വന്നാലും നഷ്ടമില്ല എന്ന് ഞാൻ പറയും. അടിപൊളിയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഇവിടെ ഇതിന്റെ സെന്ററിൽ. പക്ഷെ ബ്രസീലുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല അർജന്റീനയുടെ ഫ്ലെക്സ്. ബ്രസീലുകാരൻ ആരാ ഉള്ളത്? അത് ഇന്നലെ രാത്രി വന്നിട്ടുള്ള ഫ്ലെക്സ്. അതിന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആലോചിക്കാനുള്ള ടൈം കിട്ടിയില്ല. അതിന് വലുത് ആലോചിക്കാൻ വേണ്ടി ചായ ഒക്കെ എടുത്തിട്ട് അത് ആലോചിച്ചോണ്ടിരിക്കുക. നേരത്തെ ഇവിടെ ഫ്ലെക്സ് വന്ന് ഇവരതൊന്ന് അത് എടുത്തു മാറ്റിയിട്ട് 40 അടീന്റെ വെച്ച് അവര് ബ്രസീലുകാരെ ഞങ്ങളെ വെല്ലുവിളിച്ച് അതിന് ഞങ്ങള് 80 അടീന്റെ തൊട്ടപ്പുറത്തൊന്ന് വെച്ച് അതിനുശേഷം ഞങ്ങൾ അവരെ വെല്ലുവിളിച്ച് അതിനുശേഷം അവര് വെച്ചതാണ് 180 അടീന്റെ ഒരു ഫ്ലക്സ് അവര് വെച്ച്. അതിപ്പോ ഇന്നലെ രാത്രി എത്ര മണിക്കാ കയറിയത്? രാത്രി 2 മണി 12 അല്ല, ഒരു 3 മണി 4 മണി സമയത്ത് അത് കയറിയിട്ടുണ്ട്. ഏകദേശം അവിടെ നിൽക്കുകയാണ് ഇപ്പൊ. അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇതിന് 600 അടി വെക്കുന്ന പറഞ്ഞു. എത്ര? 600 അടി. 180 പകരം 600 വെക്കും. നമ്മള് പിന്നെയും വരേണ്ടി വരും. അതില് എന്ത് സംഭാരം ഇവര് വെക്കുവല്ലോ. പക്ഷെ ഇവര് ഫസ്റ്റ് കളി കണ്ടില്ലേ, ഇനി ഒരു വെക്കൂല. അത്രേ ഉള്ളവര്. അതിന്റെ അപ്പുറത്തേക്ക് ഇനി പൊന്തൂല അവിടെ. അതിന് ലാഭ്യറില്ല. ഈ ബ്രസീല് ഞങ്ങള് ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് ആ ഫ്ലെക്സ് വെച്ചിട്ടുള്ളത്. കാരണം ഫസ്റ്റ് കളി തോറ്റാലും കപ്പടിക്കുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അത് കാണിച്ചു തന്നാണ് അർജന്റീന. പക്ഷെ ഫസ്റ്റ് കളി സമനിലയിൽ കുടുങ്ങിയ ബ്രസീലിന് ഇപ്പൊ ഈ ഫ്ലെക്സ് വെച്ച് തന്നെ ഭയങ്കര ചടപ്പായി മാറിയിട്ടുണ്ട്. ബ്രസീലിന്റെ സമനില നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ബ്രസീലിന്റെ സമനില കളിയാക്കിയതിന് ശേഷം 4 സമനില ഇന്നലെ സ്പെയിൻ അടക്കം 1 ഗെയിം കളിച്ചിട്ട് അവര് വരെ സമനില തളഞ്ഞു കിടക്കുകയാണ്. സമനില നിസ്സാരമല്ല. അത് ബ്രസീലായാലും ആരായാലും. കഴിഞ്ഞ പ്രാവശ്യം സൗദിനായിട്ട് തോറ്റിയില്ലേ അർജന്റീന? ഞങ്ങൾ കപ്പും കൊണ്ട് പോയ കഴിഞ്ഞ പ്രാവശ്യം സൗദി ഈ കപ്പ് ഞങ്ങളെ കയ്യിലാണ്. ഇപ്രാവശ്യം കപ്പ് കൊടുക്കണോ വേണ്ടോ ഞങ്ങളാ തീരുമാനിക്കാം. അത് ഞങ്ങൾ തന്നെ കൊണ്ടുവരും. ഞങ്ങൾ തന്നെ കൊണ്ടുപോയി. ബ്രസീലിന്റെ ആളുകൾ ഇതാ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ നിൽക്കും. ക്ലാസ് വെച്ചിട്ട് നമ്മള് ഇവിടെ വലിയ ഫ്ലെക്സുകൾ മാത്രമല്ല വെക്കുന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ സമയത്തും എങ്ങനെയായാലും ഒരു ചായ പങ്കിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഈ 2026 വേൾഡ് കപ്പിൽ 48 ടീമുകൾ ഇങ്ങനെ കൂളായി ചായ കുടിച്ച് മത്സരം കാണാൻ പറ്റി ആസ്വദിക്കാൻ പറ്റിയ ആരാധകർ അർജന്റീനക്കല്ലാതെ വേറെ ചായ കൈമാറിയത് ബ്രസീലുകാരനാണ്. അത് ഈ നാട്ടിലെ കാൽപന്ത് കളിയോടുള്ള ഇഷ്ടം, അതിനേക്കാൾ ഉപരി എല്ലാം മറന്ന് ഞങ്ങൾ ഒന്നാണെന്ന ഈ നാട്. ശരി, ഈ അർജന്റീനയും ബ്രസീലും കുടിച്ച ചായന്റെ പൈസ ജർമ്മനി കൊടുക്കുക. കഴിഞ്ഞ വേൾഡ് കപ്പിലും ഈ ഒരു വേൾഡ് കപ്പിലും ഇവിടെ ഫ്ലെക്സിന്റെ മയം തീർക്കുന്നുണ്ട്. അപ്പൊ പൊതുവേ ഉള്ള സംസാരം, ഈ ഫുട്ബോൾ പ്രേമികളല്ലാതെ ഇതിന് പുറത്തുള്ള ആളുകളെ സംസാരം, ഇത് വലിയ ദൂർത്താണ്, ഇത് പാവപ്പെട്ട രോഗികൾക്ക് മറ്റോ ഉപയോഗിച്ചു. ഞങ്ങൾ കഴിഞ്ഞ വർഷം വേൾഡ് കപ്പിൽ 45,000 മേലുള്ള ആളുകൾക്ക്, ഇവിടുത്തെ കിഡ്നി രോഗികൾ, ക്യാൻസർ രോഗികൾ പോലത്തെ ആളുകൾക്ക് ഞങ്ങൾ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്.
അതെല്ലാം ഈ അർജന്റീന ഫാൻസ് എന്തില്ല ഫ്ലെക്സ് അടിച്ച് വെക്കാറില്ല. അപ്പൊ ഞങ്ങൾ ഫ്ലെക്സ് ഒരു ടീമിനോടുള്ള ഇഷ്ടവും ഇതിന്റെ ഭാഗമായിട്ട് വെക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ രോഗികളെ സഹായിക്കുന്ന ചാരിറ്റി ഒക്കെ ഞങ്ങൾ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. ഫുട്ബോൾ കളിയിനോട് ആരാധനയുള്ള ആളുകൾ 100ഉം 50ഉം 500 200 ഒക്കെ പിരിവെടുത്തിട്ടാണ്. അതല്ലാതെ വൻ ദൂർത്ത്, അതായത് ഒരു ഗ്രൂപ്പിൽ 150ഓളം ആളുകൾ അർജന്റീന ആയാലും ബ്രസീൽ മതിയല്ലോ, 50 രൂപ 50 രൂപ എടുത്ത് വെച്ചാലും അതിനെക്കാട്ടും വലിയ ഫ്ലക്സ് വെക്കാൻ. അപ്പൊ അതില് ഫുട്ബോൾ നാട്ടിൽ വളരണം. തീർച്ചയായും മറ്റു ലഹരിക്കെതിരെ അതിൻ്റെതായ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് നമ്മളെ ആളുകൾ ഇവരൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ബ്രസീൽ അർജന്റീന അല്ലാതെ ആരുള്ളത്? ജർമ്മനി. പിന്നെ നമുക്ക് സംസാരിക്കാല്ല. കാരണം ഒരു 50 റുപ്യന്റെ കൊടിയോ എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ട് വേണോ. ജർമ്മനിക്കാരല്ലേ? പാവങ്ങളാണ് നിങ്ങള്, അവര് പൈസ അല്ല. ഇതേ ഒരു കാര്യം, കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ മുന്നത്തെ വേൾഡ് കപ്പിന് ഫ്രാൻസ് കപ്പടിച്ച് ഒരു ഫോട്ടോ പോലും ഇവിടെ ഇല്ല. കാരണം അത് വെക്കാനുള്ള ആംബിയറിൽ ആരും ഇവിടെ ഇതുവരെ ഇല്ല. ഓക്കെ, ശരി. അപ്പൊ ഞാന് ഇതാ നമ്മുടെ ഒരു പുതുക്കാട് ഇത്രയും ഫ്ലെക്സിനിടയ്ക്ക് ഒരു ഒറ്റയാൾ പട്ടാളത്തിന്റെ പോരാട്ടം ഞാൻ ഇത് പുതുക്കാട് മെസ്സി എന്നാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലേ? പുതുക്കാട് മെസ്സി. മെസ്സിയുടെ പേര് പറയും അനീസ്. ഇതെന്താണ് ഈ ഒറ്റയ്ക്ക് ഒരു ഫ്ലെക്സ് വെക്കാൻ? പണ്ട് മുതലേ മെസ്സിയോടുള്ളൊരു താല്പര്യവും നമ്മുടെ അർജന്റീന, പിന്നെ നമ്മള് സൗദിയോട് തോറ്റപ്പോ എല്ലാവരും നമ്മളെ പരിഹസിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വേൾഡ് കപ്പ് പൊക്കി പിടിച്ചപ്പോൾ ആ നോട്ടത്തിൽ ഒരു ബ്രസീൽ പോലും ഈ പ്രദേശത്ത് വന്നിട്ടില്ല. എല്ലാവരും ഓടി ഒളിച്ചിരിക്കുകയാണ് കപ്പ് പൊക്കിയപ്പോ. ബോർഡ് പൊക്കുന്ന സമയത്ത് അനീസ് ബത്തേരിയിലാണ്. അപ്പൊ അനീസ് എന്നെയും നമ്മളെ ഭാവാനും പറഞ്ഞ് ഏൽപ്പിച്ചത് സ്റ്റാർ വിഷൻ കേബിൾ നെറ്റ്വർക്കിന്റെ നേരെ ഓപ്പോസിറ്റ് മുന്നിൽ. കാരണം രാവിലെ എഴുന്നേറ്റാൽ പ്രേമേട്ടൻ എന്റെ മുഖം കണി കണ്ടുണരണ്ട ഞങ്ങള് അതിന് വേണ്ടി ചെയ്താണ്. അത് കറക്റ്റ്. ഇക്കാലത്രയും ഇവിടെ ബ്രസീൽ, അർജന്റീന ഈ രണ്ട് ഫാൻസിന്റെ ബോർഡുകളാണ് നിലവിൽ വന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം പോർച്ചുഗൽ ഉണ്ട്. അതിന്റെ ആളില്ലേ പോർച്ചുഗലുകാരൻ ആര്? പക്ഷെ നമ്മളിവിടെ വന്നപ്പോ ആരും കണ്ടില്ല. കാലത്തിന്റെ മാറ്റം ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ഏതായാലും ഇവർക്ക് ഇനി ഒരു സമ്മാനമൊക്കെ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക്. അല്ല, ഇനി ഞങ്ങൾ കുറച്ചു നേരം പറയട്ടെ, കുറച്ച് ചോദ്യങ്ങൾ. ഓക്കെ, ഇപ്പൊ നമ്മള് വേൾഡ് കപ്പ് ഫുട്ബോളില് സമ്മാനം ഉണ്ട് കേട്ടോ. വേൾഡ് കപ്പ് ഫുട്ബോളില് സെൽഫ് ഗോൾ അടിച്ചതിലൂടെ കൊല്ലപ്പെട്ട ഒരു താരമുണ്ട്. അതല്ല ചോദ്യം. പറയട്ടെ, ആരാണ് ചോദ്യം? എസ്കോബാർ. ഏത് രാജ്യത്തിന്റെ കളിക്കാരനാണ് അദ്ദേഹം? എല്ലാരും കൂടി പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഓക്കെ. അപ്പൊ എസ്കോബാർ പറഞ്ഞ ആള്. ഇനി രണ്ടാമത്തെ ചോദ്യം. വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ കളിക്കാൻ വേണ്ടി അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കളിച്ചില്ല. അത് ഏത് വർഷമാണ്? 1950. ഒരു കയ്യടി കൊടുത്തേ. നിങ്ങളൊരു വേൾഡ് കപ്പിൽ കളിക്കാൻ അവസരം കിട്ടിയതാണ്, പക്ഷെ കളിച്ചില്ല. ബ്രസീൽ വേൾഡ് കപ്പിലായിരുന്നു. അത് അപ്പൊ വിളിച്ചപ്പോ പറഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ബൂട്ടിട്ട് കളിച്ച പരിചയമില്ലാന്നും പിന്നെ ഭീമമായ തുക ഞങ്ങൾക്ക് ഫ്ലൈറ്റിന് ചെലവാക്കാൻ ഇല്ലാന്നും. ഇയാള് ജർമ്മനിക്കാരനല്ലേ? ജർമ്മനിക്കാരനാ, വിവരമുള്ള ആളാട്ടോ. ജർമ്മനിയാണ്. പക്ഷെ വിവരമുള്ളവർക്ക് കപ്പ് കൊടുക്കൂല. വിവരമുള്ളവർക്ക് കപ്പ് ജർമ്മനിയാണ്. എന്നാൽ അടുത്ത അപ്പൊ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക്. മൂന്നാമത്തെ ചോദ്യം ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതിന് സമ്മാനം കൊടുക്കാലോ. കാസിംക സമ്മാനമായിട്ട് വരുന്നുണ്ട്. ആ സമ്മാനം നമുക്ക് വയനാട് വിഷൻ നൽകുന്ന ഒരു ജേഴ്സിയാണ്. വയനാട് വിഷന്റെ ജേഴ്സി. ഓക്കെ, ഒരു സമ്മാനം കൂടി ഉണ്ട് അയാൾക്ക് തന്നെ. രണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ. അല്ല, ബ്രസീലുകാരൻ കൊടുക്കട്ടെ. ബ്രസീലുകാരൻ. ഓക്കെ, അടുത്ത ചോദ്യം. നമ്മുടെ വേൾഡ് കപ്പ് ഫുട്ബോൾ ഇപ്പൊ നടക്കുന്നത് 3 രാജ്യങ്ങളിലാണ്. അതിലൊരു രാജ്യം 3ാം തവണയാണ് നമ്മുടെ ലോകകപ്പിന് വേദിയാവുന്നത്. ഏതാണ് ആ രാജ്യം? മെക്സിക്കോ.
അത് അയാൾ തന്നെ ഇയാള് കൊണ്ടുപോയി. ഈ പരിപാടി ഒന്ന് ഒഴിവാക്കിയാലോ നമുക്ക്. അടിപൊളി കേട്ടോ നിങ്ങളെല്ലാത്തിനും. അവിടുത്തെ സ്റ്റേഡിയം മൂന്നാമത്തെ വേൾഡ് കപ്പ് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഒരു സമ്മാനം ഇവിടെ തന്നെയാണ്. ഫ്രീ കിക്ക് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ്, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി. ഇൻ അസോസിയേഷൻ വിത്ത് ബ്യൂട്ടി സ്പോർട്സ്, സുൽത്താൻ ബത്തേരി, കോഴിക്കോട്. Co-powered by രുചിപുര സീ ഫുഡ് ഹബ്ബ്, സുൽത്താൻ ബത്തേരി. Co-powered by മാണിക്യം ഡിസൈനർ ജ്വല്ലറി. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ രാജ്യം കൈപൊക്കിയാൽ മതി. അയാള് ജർമ്മനി. ഇവിടെ പറഞ്ഞല്ലോ ഒരാള് ജർമ്മനി. ഇത് അയാൾ പറഞ്ഞു കഴിഞ്ഞു. ആദ്യം പറഞ്ഞു. അപ്പൊ അയാൾക്കൊരു സമ്മാനം കൊടുക്കണം. ജർമ്മനിയാണ്. അത് ജർമ്മനി എപ്പോഴാണ് അത് കവർ ചെയ്തതെന്ന് അറിയാലോ? ഈ കളിയോട് കൂടിയാണ്. അല്ല, 269 ഗോൾ. 268 ഗോൾ ബ്രസീലായിരുന്നു. ഈ കഴിഞ്ഞ കളിയോടുകൂടി 269 ഓക്കെ, ഇതാ സമ്മാനം. ജർമ്മനിയുടെ പേരിലാണ് അർജന്റീന. അല്ല, ജർമ്മനിന്റെ പേരിലാണ്. ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പെനാൽറ്റി ഷൂട്ടൌട്ടുകളിൽ വിജയിച്ച രാജ്യം ഏതാണ്? അർജന്റീന ആണ്. എത്ര എണ്ണമാണ്? എണ്ണന്നറിയില്ല, കൂടുതൽ അർജന്റീനയാണ്. നിങ്ങൾ അർജന്റീന എന്തായാലും ശരി ഉത്തരാണ് പറഞ്ഞത്. നമ്മൾ സമ്മാനം കൊടുക്കാൻ പോവാണ്. പ്ലീസ്. വയനാട് വിഷന്റെ നൽകുന്നത് ജേഴ്സി. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. ഇത്തവണ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന 3 രാജ്യങ്ങളിലാണ്. ഈ 3 രാജ്യങ്ങളിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 48. ഇവിടെ ഈ കുഞ്ഞു മോൻ പറഞ്ഞു, ഞാൻ കേട്ട്. ഇനി പറയരുത്. അവൻ പറഞ്ഞു 12 ഗ്രൂപ്പ്. 12 ഗ്രൂപ്പുകളാണ്. 4 ടീമുകളായിട്ട് തിരിച്ചിട്ടുള്ള 12 ഗ്രൂപ്പുകളാണ്. വിഷമിപ്പിക്കാൻ പാടില്ല. അതാണ്. അപ്പൊ കുട്ടികൾക്ക് അവർക്ക് സമ്മാനം കൊടുക്കണം. നമ്മൾ കേട്ട ഒരു ടീഷർട്ടാണ്. അവന്റെ പേരെന്താണ്? എന്താ പേര്? ആഫിദ് മെസ്സി. നിന്റെ പേര് ഇന്ന് മുതൽ ആഫിദ് മെസ്സി. ഓക്കെ. വേൾഡ് കപ്പ് ഫുട്ബോളിൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ആരാണ്? കൈപോക്കണം കേട്ടോ. ആദ്യമായി വേൾഡ് കപ്പില് കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്നും ഉണ്ടായിരുന്നല്ലോ എന്നുള്ളതാണ് അല്ലേ? ഇതുവരെ എല്ലാം നമ്മൾ ചോദിക്കുമ്പോഴേക്കും ഇവര് ഉത്തരം പറയായിരുന്നു. ഇനി ആരും ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടൊന്നും ഉത്തരം പറയരുത്. ഇതുവരെ ചരിത്രത്തില് ഹിസ്റ്ററി വെയിൻ റൂണി. അല്ല, ഇംഗ്ലണ്ട് അല്ലേ? അല്ല, ചരിത്രത്തിലാണെങ്കിൽ നമുക്ക് വലിയ ബന്ധമില്ല. ചരിത്രത്തിൽ ബന്ധമില്ല. ചരിത്രമായിട്ട് ജർമ്മനിക്ക് ബന്ധമില്ല. ആദ്യം വിട്ട് ആ ചോദ്യം വിട്ട് ഇനി നിങ്ങൾ കണ്ടുപിടിക്കും കേട്ടോ. നാളെ എഴുതിക്കൊണ്ടുവരാൻ. ഇമ്പോസിഷൻ. ഇനി നമ്മള് ചോദ്യങ്ങൾ കഴിഞ്ഞു, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ കുറച്ചു നേരം നമ്മൾ വന്നു, പുതുക്കാട് മുഴുവനായിട്ട് പരിചയപ്പെട്ടു. ഒരുപാട് സന്തോഷം. ഇപ്പൊ ചെയ്യേണ്ട കാര്യം, വയനാട് വിഷനും കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗും സംഘടിപ്പിക്കുന്ന പ്രവചന മത്സരമുണ്ട്. സെമി ഫൈനൽ, ഫൈനൽ വിജയി ടീമിനെ പ്രഖ്യാപിക്കാം. 10,001 രൂപ സമ്മാനമുണ്ട്. അതിന്റെ QR കോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭ്യമാവും. ഗ്രൂപ്പിലൂടെയൊക്കെ വരും. അല്ലെങ്കിൽ ഞങ്ങളുടെ വയനാട് വിഷന്റെ ലിങ്കിൽ കയറി പ്രവചന മത്സരത്തിൽ പങ്കെടുക്കുക. എത്തിയതിന് നിങ്ങളിൽ ആർക്കെങ്കിലും അടിക്കട്ടെ, ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പൊ ഇവിടെ വന്ന് നമ്മൾ എത്രയും സപ്പോർട്ട് ചെയ്തതിന്, ഫ്രീ കിക്കിന് എത്രത്തോളം നെഞ്ചിലേറ്റിയതിന് നിങ്ങൾക്ക് എല്ലാവർക്കും 1000 നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് എല്ലാവരോടും. ഞങ്ങളുടെ നാടിന്റെ എല്ലാവിധ ആശംസകളും നേരെയാണ്. താങ്ക് യു. പുതുക്കാട് നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. പുതുക്കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച്. ഇവിടെ കുറെ കാരണവന്മാരുണ്ട്. ഇവരൊക്കെ ഫുട്ബോൾ കാണുന്നവരാണല്ലോ, ആസ്വദിക്കുന്നവരായിരിക്കും. അവിടേക്ക് പോവാം ആദ്യം. ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ല. എന്നാലും ഫുട്ബോൾ ഒരു കളിയും കാണാറില്ല. കളി കാണുകയെന്ന് വെച്ചാൽ ഇടക്കിടക്കൊക്കെ ഇവിടെ ഗ്രൗണ്ടിൽ എന്നാലും ഇപ്പൊ അർജന്റീന അടിക്കണോ ബ്രസീൽ അടിക്കണോ ആരെങ്കിലും നേടണമെന്ന് ആഗ്രഹം കളിച്ച് ജയിക്കണവരും ജയിക്കട്ടെ. ഇവിടെ ഞാൻ ബ്രസീലിന്റെ ആരാണ്? കുറെ കാലമായിട്ട് കളി കാണുന്നുണ്ടോ? കപ്പടിക്കുമോ? കപ്പടിക്കാനാണ് സാധ്യത.
ഓക്കെ, ഇവിടെ കുറച്ച് ആളുകളുണ്ട്. ഏതാ ടീമൊക്കെ? ഫ്രാൻസിന്റെ ഫ്രാൻസ്. ഇവിടെ ഒരു ഫ്രാൻസുകാരൻ ആദ്യമായിട്ട് കാണാം. ജയിക്കുന്ന ടീമില്ല, ജയിക്കുന്ന ടീമിനൊപ്പം അത് ഉറപ്പിച്ചു. അർജന്റീന ജയിച്ച കൂടുതലില്ല. പരസ്യം ഇല്ല. ഫ്രാൻസ് പരസ്യത്തിലല്ല കാര്യം, ജയിക്കുന്നതിലാണ് കാര്യം. അത് അവിടെ ഈ ചേട്ടനോട്. ഇതും ഫ്രാൻസ് ആണോ? ഇല്ലല്ല, നമ്മള് കളിക്കാരെ ആരാധിക്കില്ല, കളീനെ ആരാധിക്കുന്നുള്ളൂ. കളീനെ ആരാധിക്കുന്നു. ഏത് ടീം നന്നായിട്ട് കളിക്കുന്ന അവർ കപ്പ് അടിക്കണം. പറയ്, ഏതാണ് ടീം? അർജന്റീന. നിങ്ങൾ എവിടെയാ സ്ഥലം? അറിയപ്പെടുന്ന തന്നെയല്ലേ? അതാ ആ ചേട്ടനോ? ഏതാ സ്ഥലം? നല്ല കളിക്കുന്ന ടീം. അതാണ്, ഇവരൊക്കെ നന്നായിട്ട് കളിക്കുന്ന ടീമിനൊപ്പമാണ്. ഇത് അർജന്റീനയുടെ. നാളത്തെ കളിയോടുകൂടി എനിക്ക് കിട്ടിയ ഒരു അടിയായി പോയില്ല അത്. ഒറ്റ കളിയോട് കൂടി തരാൻ വേണ്ടി പോവാണ്. ഒറ്റ കളിയോട് കൂടി ഔട്ട് ആവുന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിക്കില്ല. അർജന്റീന ഫാൻസ് ഒക്കെ എന്താക്കും നോക്കൂ, ഫ്ലെക്സ് ഒക്കെ വെച്ചത് നോക്കാം. നമുക്ക് ഏതായാലും കാത്തിരുന്ന് കാണാം. ഏതായാലും പുതുക്കാട് നമ്മളിങ്ങനെ തുടരുന്ന സമയത്ത് അൾജീരിയ സ്ട്രോങ് മോശമല്ല എന്നാണ് പുള്ളി പറയുന്നത്. അത് കറക്റ്റ് അല്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ഫൈനലിലും കൂടി തോറ്റുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും അർജന്റീന വേഗം ഔട്ട് ആവണം എന്നുള്ളതാണ്. ഫൈനലിൽ എങ്ങനെയാ തോറ്റത്? എന്തായാലും തോറ്റ്. ഓക്കെ, ശരി. ഒരു ചോദ്യം ചോദിക്കാം, ഒരു സമ്മാനം തരാൻ. അറിയാവുന്ന ഉത്തരവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സമ്മാനം കൊടുക്കാം. നമ്മുടെ എത്രാമത് വേൾഡ് കപ്പ് ഫുട്ബോളാണ് ഇപ്പോൾ നടക്കുന്നത്? വേൾഡ് കപ്പ് ഫുട്ബോൾ എത്രാമത്തെ വേൾഡ് കപ്പ് ഫുട്ബോളാണ് ഇപ്പോൾ നടക്കുന്നത്? 1930 സ്റ്റാർട്ട് ചെയ്തത്. ഇത് എത്രാമത്തെ? 4 വർഷം കൂടും. അതിനിടയ്ക്ക് 2 ലോകമഹായുദ്ധത്തോടനുബന്ധിച്ച് 2 തവണ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാ വർഷവും നടന്നുണ്ട്. ഹലോ, പറയട്ടെ. 16 ആയിട്ടുള്ളൂ. അല്ല, 16 ഒക്കെ ഇല്ല. ഫ്രീ കിക്ക് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള അക്കാഡമി ഓഫ് എഞ്ചിനീയറിംഗ്, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി. ഇൻ അസോസിയേഷൻ വിത്ത് ബ്യൂട്ടി സ്പോർട്സ്, സുൽത്താൻ ബത്തേരി, കോഴിക്കോട്. കോ-പവേർഡ് ബൈ രുചിപുര സീ ഫുഡ് ഹബ്ബ്, സുൽത്താൻ ബത്തേരി. കോ-പവേർഡ് ബൈ മാണിക്യം ഡിസൈനർ ജ്വല്ലറി.